ഉണ്ടങ്കോട് സെന്റ് ജോൺ സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെരിറ്റ് ഡേയും സംഘടിപ്പിച്ചു. വളരെ അഭിമാനത്തോടു കൂടെയാണ് നിങ്ങളോടൊപ്പം ഈ വേദി ഞാൻ പങ്കിടുക. ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു വേദിയിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ ഇത്രയും മനോഹരമായി അണിയിച്ചൊരുക്കിയ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അഭിമാനിക്കാതെ വയ്യ. അത്രയും കലാകാരന്മാരും മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കുവാൻ രൂപീകരിക്കുവാനായിട്ട് ഈ അമ്മ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ കണ്ണിയായ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും അഭിമാനവും അതിനേക്കാൾ ഏറെ സന്തോഷവും ആഹ്ലാദവുമുണ്ട്. ഇന്ന് നവാഗതരായിട്ടുള്ള കടന്നു വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുവാനും സ്വാഗതം ചെയ്യുവാനും ഈ നിമിഷങ്ങൾ ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടെ ജീവിതത്തിൽ നല്ല നല്ല പദ്ധതികൾ കണക്ക് കൂട്ടിക്കൊണ്ട് മാതാപിതാക്കളോടൊപ്പം മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കുവാൻ ഈ കുട്ടികൾക്ക് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും നട്ടെല്ലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതിലും മിടുക്കരായിട്ടുള്ള കുട്ടികൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയവരാണ്. അപ്പോൾ ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മളെല്ലാം മിടുക്കന്മാരെയും മിടുക്കികളെയും അഭിനന്ദിക്കുക കൂടെ ചെയ്യുകയാണ് ഈ നിമിഷത്തിൽ. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും PTA അംഗങ്ങളും കുട്ടികളും നിങ്ങളെല്ലാവരും ഒരുമിച്ച് മനസ്സ് വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കുടുംബമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് രൂപപ്പെടുക, അല്ലെങ്കിൽ അനുഭവവേദ്യമാകുക. ഉണ്ടങ്കോട് സെന്റ് ജോൺ സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെരിറ്റ് ഡേയും ആഘോഷിച്ചു. സെന്റ് ജോൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നെയ്യാറ്റിൻകര രൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ജോസ് റാഫേൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള പഠന സാഹചര്യങ്ങൾ ഒരുക്കുവാൻ അധ്യാപകർ തയ്യാറാവണമെന്നും ലക്ഷ്യബോധത്തോടെ മുന്നേറുവാൻ അച്ചടക്ക ബോധമുള്ളവർക്കേ സാധിക്കൂ എന്നും അധ്യക്ഷനായിരുന്ന പ്രിൻസിപ്പാൾ ശ്രീ എസ് സേവ്യർ അഭിപ്രായപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എല്ലാവരും ആദരവോടും ബഹുമാനത്തോടും കൂടി നോക്കിക്കാണുന്ന ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പല വേദികളിൽ അദ്ദേഹം യുവതീ-യുവാക്കളുമായും വിദ്യാർത്ഥികളുമായും സംവദിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയുമൊക്കെ ചെയ്തു. അത്തരമൊരു സംവാദത്തിൽ അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, ഭാരതത്തിൻ്റെ
സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണ് എന്ന്, ഭാരതത്തിന്റെ കരുത്തും ദൗർബല്യവും എന്താണെന്ന് APJ അബ്ദുൽ കലാം കുട്ടികളോട് ചോദിച്ചു. കുട്ടികൾ പരസ്പരം നോക്കി. എന്തായിരിക്കാം അബ്ദുൽ കലാം ഉദ്ദേശിച്ചത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത് കരുത്താണ്, ശക്തിയാണ്. ഒരുപക്ഷെ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഉത്തരം ഇതായിരിക്കുമെന്ന് കുട്ടികൾ വിചാരിച്ചു. ഭാരതം നേടിയെടുത്ത ആണവായുധങ്ങളും റോക്കറ്റ് വിക്ഷേപണങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവുമെല്ലാം ആയിരിക്കാം ഇന്ത്യയുടെ സമ്പത്ത്, ഇന്ത്യയുടെ ശക്തി. അതുമല്ലെങ്കിൽ ഇന്ത്യ കൈവരിച്ച സൈനിക നേട്ടങ്ങളായിരിക്കാം എന്ന് കുട്ടികളുടെ മനസ്സിൽ തോന്നി. ഇനി വീക്ക്നെസ് എന്താണ്, എന്തായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്? കുട്ടികൾ മനസ്സിൽ കരുതി ഒരുപക്ഷെ സാമ്പത്തിക പരാധീനതയോ ജനപ്പെരുപ്പമോ അതുമല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭവങ്ങളുടെ കുറവോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അദ്ദേഹം മനസ്സിൽ കരുതിയത് എന്ന്. എന്നാൽ അതൊന്നും ആയിരുന്നില്ല APJ അബ്ദുൽ കലാം അദ്ദേഹം തന്നെ പറഞ്ഞ ഉത്തരത്തിൽ സൂചിപ്പിച്ചത്. അദ്ദേഹം കുട്ടികളോട് പറഞ്ഞതിതാണ്, ഭാരതത്തിന്റെ ശക്തി, ഭാരതത്തിന്റെ സ്ട്രെങ്ത്, കരുത്ത് യുവജനങ്ങളാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം. കഴിഞ്ഞ വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് വെള്ളറട CI ജിജി സമ്മാനദാനം നിർവഹിച്ചു. ഈ സ്കൂളിലെ ഏറ്റവും വിലപ്പെട്ട, നാടിൻ്റെ തന്നെ അഭിമാനമായി മാറേണ്ട രത്നങ്ങളെ 5-10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ നാടിൻ്റെ ഭാവി ഏത് ദിശയിലേക്ക് കൊണ്ടുപോകണം, അത് എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കണം എന്ന് നിശ്ചയിക്കേണ്ട കടമ നിർവഹിക്കേണ്ട വിദ്യാർത്ഥികളാണ് നമ്മുടെ മുൻപിലിരിക്കുന്ന കൊച്ചുകുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും. അവരെ ഏത് തലത്തിലെത്തിക്കണം, നമ്മുടെ നാടിനെ എവിടെ, അതിൻ്റെ ദിശ അല്ലെങ്കിൽ അതിൻ്റെ ഭാവി എങ്ങനെ എത്തിക്കണം എന്ന് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അതിനു വേണ്ട മാർഗനിർദ്ദേശം നൽകേണ്ടത് അധ്യാപകരും നിങ്ങളുടെ രക്ഷകർത്താക്കളും തന്നെയാണ്. ഓലത്താന്നി തിരുഹൃദയ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. പുത്തൻ ജീവിത രീതികൾ സ്വീകരിക്കുന്നതിന്റെയും തീക്ഷ്ണത ഉൾക്കൊള്ളുന്ന കാലഘട്ടം. ജീവിതത്തിൽ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും ഒപ്പം ആത്മഹത്യാ പ്രവണതയുടെയും പരസ്പരം സ്നേഹിക്കുന്നതിന്റെയും ജീവിതത്തിലെ സുവർണ കാലഘട്ടം യുവത്വത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പോകുന്നു. എന്തിനേയും ചോദ്യം ചെയ്യുവാൻ, ഉത്തരങ്ങൾ അന്വേഷിച്ച്, ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അന്വേഷിച്ച് ഒരു അന്വേഷിക്കായി ജീവിതത്തിൽ മുന്നേറുന്ന ഒരു ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ് യുവത്വം. ഓസ്ട്രേലിയൻ നഗരയിലെ സ്ത്രീകളെ നോക്കി യേശു പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കഴിയും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓസ്ട്രേലിയ മാത്രമേ പെടൂ. നിങ്ങളും അവര് നിങ്ങളുടെ കുഞ്ഞുങ്ങളും മരിക്കും. ഇന്ന് ഭവനങ്ങളിലെ അമ്മമാർ
നഗരിയിലെ മാതാപിതാക്കൾ വിലപിച്ചുവെങ്കിൽ, ഓസ്ലേം നഗരിയിലെ പിതാക്കന്മാർ വിലപിച്ചുവെങ്കിൽ, ഇന്നത്തെ സമൂഹത്തിലെ അമ്മമാര്, ഇന്നത്തെ സമൂഹത്തിലെ അപ്പന്മാര് ഇന്ന് കരയുകയാണ്. യുവാവായ മകന് വേണ്ടി, യുവതിയായ തന്റെ അരുമ സ്നേഹസമ്പന്നയായ മകൾക്ക് വേണ്ടി ഇന്ന് സമൂഹം കരയുകയാണ്. ഓലത്താന്നി തിരുഹൃദയ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. 8 ദിവസങ്ങളിലായി നടന്ന തിരുക്കർമ്മങ്ങൾക്ക് നെയ്യാറ്റിൻകര, തിരുവനന്തപുരം രൂപതകളിലെ വിവിധ വൈദികർ നേതൃത്വം നൽകി. സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകേണ്ട ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദാസനായ മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മെത്രാൻ പദവിയിലും വൈദിക പദവിയിലും സന്യസ്ത പദവിയിലുമുള്ള എല്ലാവരോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. പ്രതികളിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള നമ്മുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. മരണം പോലെ നിങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേക്ക് പ്രിയങ്കരായി ജീവിച്ച് ഈ ലോകത്തോട് വാങ്ങിയ എല്ലാവരെയും നമ്മുടെ രാജ്യത്തിൽ ദയാപൂർവ്വം സ്വീകരിക്കണമേ. സലാനുഗ്രഹങ്ങളുടെ നിർച്ചാലായ യേശുക്രിസ്തു വഴി എല്ലാവരുടെയും മെച്ചക്കൊടി നമ്മുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യനിവൃത്തിയുടെയും പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ജെറാൾഡ് അച്ഛൻ്റെ 50ാം സന്യാസവ്രത ജൂബിലി ആഘോഷിച്ചു. തൂങ്ങാമ്പാറ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇടവകാംഗവും SDB സന്യാസ സഭാംഗവുമായ ഫാദർ എൻ ജെറാൾഡിൻ്റെ സന്യാസവ്രത ജൂബിലി ആഘോഷിച്ചു. തൂങ്ങാമ്പാറ കൊച്ചുത്രേസ്യ ദേവാലയത്തിൽ നടന്ന ദിവ്യബലിയിൽ ചാൻസലർ ഫാദർ സെൽവരാജ്, ഫാദർ ഇഗ്നീഷ്യസ്, നിരവധി വൈദികർ തുടങ്ങിയവർ പങ്കെടുത്തു.